ഹായ് മൂവി സ്റ്റോറീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2025 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ക്രൈം ഡ്രാമ ചിത്രമാണ് സ്ട്രോ. ടൈലർ പെറി രചനയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ച ഈ ചിത്രത്തിൽ താരാജി പി ഹെൻസന്റെ തീവ്രവും ശക്തിയേറിയതുമായ പ്രകടനം സിനിമയുടെ അവസാനം വരെ കാഴ്ചക്കാരെ പിടിച്ചിരുത്തുന്നതാണ്. തന്റെ മകളുടെ ഭക്ഷണത്തിനും മരുന്നുകൾക്കും താമസത്തിനും ഒക്കെ വേണ്ടി നെട്ടോട്ടമോടുന്ന, കഷ്ടപ്പാടുകളിൽ നിന്ന് കഷ്ടപ്പാടുകളിലേക്ക് വീണുകൊണ്ടിരിക്കുന്ന ഒരു അമ്മയുടെ അവസ്ഥ, അവർ കടന്നുപോകേണ്ടി വരുന്ന നിമിഷങ്ങൾ, അതാണ് സ്ട്രോ എന്ന ഈ മൂവിയിൽ നാം കാണാൻ പോകുന്നത്. സ്ഥല സൗകര്യങ്ങളൊക്കെ കുറവായ ചെറിയൊരു അപ്പാർട്ട്മെന്റ് റൂമിൽ കിടന്നിറങ്ങുന്ന ജനീയയെയും മകൾ ആര്യയെയും കാണിച്ചുകൊണ്ടാണ് സിനിമ തുടങ്ങുന്നത്. ഉറക്കത്തിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മകളെയും എടുത്തുകൊണ്ട് നടന്നു വരുന്ന അവളെ തന്നെ കാണുന്ന ജനിയ അലാം സൗണ്ട് കേട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേൽക്കുന്നു. ഉറങ്ങിക്കൊണ്ടിരുന്ന മകൾ ആര്യയെ വിളിച്ചെഴുന്നേൽപ്പിച്ച് ജനിയെ കുളിപ്പിക്കാൻ കൊണ്ടുപോയി. കുളിക്കുന്നതിനിടയിലും ആര്യ തന്റെ സയൻസ് പ്രൊജക്ടിന് വേണ്ടി ഉണ്ടാക്കിയ മോഡൽ എടുത്ത് നോക്കുകയാണ്. അത് നനയുമെന്ന് പറഞ്ഞുകൊണ്ട് ജനി അത് മാറ്റിവെച്ചു. തനിയെ കുളിച്ചോളാം എന്ന് പറയുന്ന ആര്യയോട് ഇനിയും വീണ് പരിക്കൊന്നും പറ്റണ്ട എന്ന് ജനിയ പറയുകയാണ്. അതിനിടയിൽ ഇനി ലഞ്ച് കഴിക്കണമെങ്കിൽ $40 അടയ്ക്കണമെന്ന് ടീച്ചർ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞ വിവരം ആര്യ അമ്മയോട് പറഞ്ഞു. മകളെ സ്കൂളിൽ കൊണ്ടുപോകാൻ ഇറങ്ങിയ ജനിയ തന്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണമില്ലാതിരുന്നിട്ട് കൂടി ഒരു വൃദ്ധന് കുറച്ച് പൈസ കൊടുക്കുകയാണ്. അയാൾക്ക് ചെറിയൊരു പൈസ കൊടുക്കുന്നത് ജനിയുടെ പതിവാണ്. എന്നാൽ ഇത് കാണുന്ന ഹൗസ് ഓണർ അവരുടെ റെന്റ് കൊടുക്കാത്തതിൽ ദേഷ്യപ്പെടുന്നു. ഇന്നുകൂടി കാശ് തന്നില്ലെങ്കിൽ സാധനങ്ങളൊക്കെ തെരുവിലിടുമെന്ന് അവർ പറയുന്നുണ്ട്. തന്റെ ശമ്പളം ഇന്ന് കിട്ടുമെന്നും 10 മണിക്കുള്ള ബ്രേക്ക് ടൈമിൽ റെന്റ് കൊണ്ടുവന്ന് തന്നോളാമെന്ന് ജനിയ അവരോട് പറഞ്ഞു. ഇന്ന് അമ്മയ്ക്ക് കാശ് കിട്ടുമെന്നും ലഞ്ചിനുള്ള കാശ് അമ്മ കൊണ്ടുവരാമെന്നും എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് മോൾക്കും ഭക്ഷണം കഴിക്കാമെന്ന് ജനിയ സന്തോഷത്തോടെ ആര്യയോട് പറയുന്നുണ്ട്. മകളെ സ്കൂളിലാക്കിയതിനു ശേഷം ജനിയ നേരെ പോകുന്നത് ജനിയ ജോലി ചെയ്യുന്ന സൂപ്പർ മാർക്കറ്റിലേക്കാണ്. അവിടെ ആളുകളുടെ വൻ തിരക്കായിരുന്നു. ജനിയുടെ ആകെയുള്ള ഫ്രണ്ട് അവൾക്ക് കുറച്ച് പൈസ കൊടുത്തു. ആര്യയുടെ മെഡിസിൻ വാങ്ങാനായി അത് എടുത്തോളാൻ കൂട്ടുകാരി പറഞ്ഞെങ്കിലും തനിക്കിന്ന് സാലറി കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് ജനിയ അത് വാങ്ങിയില്ല. മകളുടെ സ്കൂളിൽ നിന്നും അങ്ങോട്ട് ചെല്ലണമെന്നും പറഞ്ഞുകൊണ്ടുള്ള കോള് വന്ന ജനിയ ഫോണിൽ സംസാരിക്കുന്നത് കാണുന്ന സൂപ്പർ മാർക്കറ്റ് ഓണറായ റിച്ചാർഡ് അവളെ വഴക്ക് പറഞ്ഞു. ശമ്പളക്കാശ് ചോദിച്ച ജനിയയോട് 30 മിനിറ്റിൽ നീ തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ ജോലി നഷ്ടപ്പെടുമെന്നും റിച്ചാർഡ് ദേഷ്യത്തോടെ പറയുകയാണ്. മകൾക്ക് കൊടുക്കാൻ കാശിനു വേണ്ടി തന്റെ അക്കൗണ്ടിൽ നിന്നും ആകെയുള്ള $47 നിന്നും $40 എങ്ങനെയെങ്കിലും തരണമെന്ന് ബാങ്കിൽ പോയി അപേക്ഷിക്കുകയാണ് ജനിയ. പക്ഷെ അത് നടന്നില്ല. ജനിയ സ്കൂളിൽ എത്തിയപ്പോൾ ആര്യയെ ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസ് പിടിച്ചു കൊണ്ടുപോകുന്നതാണ് കാണുന്നത്. സ്കൂളിലേക്ക് വിശന്നുകൊണ്ടാണ് ആര്യ എന്നും വന്നിരുന്നതെന്നും അമ്മയുടെ കൂടെ അവൾ സുരക്ഷിതയല്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്ന ചൈൽഡ് പ്രൊട്ടക്റ്റീവ് സർവീസുകാരോട് ജനിയ അവളുടെ അവസ്ഥ പറഞ്ഞുകൊണ്ട് മകളെ കൊണ്ടുപോകരുതെന്ന് യാചിക്കുകയാണ്. ആര്യയ്ക്ക് ഭക്ഷണം കൊടുക്കാനും അവളുടെ കാര്യത്തിനുമായി താൻ 2 ജോലിക്ക് പോകുന്നുണ്ടെന്നും ഡോക്ടർ പറഞ്ഞതിനനുസരിച്ച് അവൾക്ക് കഴിക്കാൻ പറ്റുന്നതൊക്കെ തന്നെയാണ് താൻ അവൾക്ക് കൊടുക്കുന്നതെന്നും വീട്ടിൽ ഗ്യാസ് ഒന്നും ഇല്ലാത്തതിനാൽ ചൂടുവെള്ളം കിട്ടാറില്ലെങ്കിലും ഞാൻ അവളെ എന്നും കുളിപ്പിക്കാറുണ്ട്, നോക്കാറുണ്ട് എന്നൊക്കെ ജനിയ പറയുകയാണ്. എന്നിട്ടും അവർ ആര്യയെ കൊണ്ടുപോയി. അവിടെ നിന്നും സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാൻ ഇറങ്ങിയ ജനിയ ട്രാഫിക്കിൽ പെടുകയാണ്. നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. കാറ് സൈഡിലൂടെ മുന്നോട്ടെടുക്കാൻ ശ്രമിച്ചപ്പോൾ ഓഫ് ഡ്യൂട്ടിയിലായിരുന്ന ഒരു വെള്ളക്കാരൻ പോലീസിന്റെ കാറിന് അത് തടസ്സമായി. അയാളുടെ ഉള്ളിലെ ഈഗോ കാരണം ജനിയയുടെ കാറിനെ പിന്തുടർന്ന് അവരുടെ കാറിലിടിച്ച് വണ്ടി നശിപ്പിച്ചു. ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ നിന്നെ തീർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആ പോലീസുകാരൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ട് നടന്നുപോയി. വണ്ടിയുടെ രജിസ്ട്രേഷൻ എക്സ്പയർഡ് ആയതുകൊണ്ട് ജനിയുടെ കാറ് മറ്റൊരു പോലീസുകാരി പിടിച്ചെടുത്തു. തനിക്ക് ഈ കാർ ആവശ്യമുണ്ടെന്നും സാലറി കിട്ടിയാൽ ഫൈൻ അടയ്ക്കാമെന്നും ജനിയ പറഞ്ഞെങ്കിലും രക്ഷയുണ്ടായില്ല. മഴ നനഞ്ഞുകൊണ്ട് ജോലിക്ക് തിരിച്ചെത്തിയ ജനിയയെ റിച്ചാർഡ് പിരിച്ചുവിട്ടു. സാലറി ചെക്ക് കൊടുക്കാതെ അത് മെയിലിൽ വന്നോളുമെന്നാണ് റിച്ചാർഡ് പറഞ്ഞത്. നിരാശയോടെ തിരിച്ച് അപ്പാർട്ട്മെന്റിൽ എത്തിയ ജനിയ മഴയത്തേക്ക് വലിച്ചിട്ട വീട്ടു സാധനങ്ങളും മകളുടെ മരുന്നുമൊക്കെയാണ് കാണുന്നത്. അലറിക്കരഞ്ഞുകൊണ്ട് ബാഗില് മരുന്നും മറ്റും പെറുക്കിയിട്ടുകൊണ്ട് ജനിയ നേരെ പോകുന്നത് സൂപ്പർ മാർക്കറ്റ് ഓണറായ റിച്ചാർഡിനെ കാണാനാണ്. റിച്ചാർഡിനോട് സാലറി ചോദിച്ചുവെങ്കിലും സാലറി കൊടുക്കാനായിട്ട് റിച്ചാർഡ് സമ്മതിച്ചില്ല. അവര് സംസാരിച്ചു നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് അവിടേക്ക് കുറച്ചു പേര് കടന്നു വരികയാണ്. ജനിയുടെ യൂണിഫോമിലെ നെയിം ബോർഡിൽ നിന്നും ജനിയ എന്ന പേര് കണ്ട അവരിൽ ഒരാൾ ജനിയെ വിളിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത്. കാശ് കൊള്ളയടിക്കാൻ വന്നവരായിരുന്നു അവർ. തന്റെ കയ്യിൽ ആകെയുള്ള സമ്പാദ്യം ചോദിക്കുന്ന അവരിൽ ഒരാളെ ജനിയ എതിർത്തപ്പോൾ അവളെ അയാൾ ഉപദ്രവിച്ചു.
തിരിച്ചു പ്രതിരോധിക്കുന്നതിനിടയിൽ അയാൾക്ക് നേരെ അയാളുടെ തോക്കിൽ നിന്നും ജെനിയ വെടിയുതിർത്തു. റിച്ചാർഡ് അപ്പോൾ തന്നെ ഈ വിവരം പോലീസിനെ വിളിച്ചറിയിച്ചു. ഇതെല്ലാം നിന്റെ പ്ലാൻ ആയിരുന്നല്ലേ? നിന്നെ വിളിച്ചുകൊണ്ടല്ലേ അവര് വന്നത്? നീ ജയിലിലേക്ക് പോകും എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ച റിച്ചാർഡിനെയും അപ്പോഴത്തെ മാനസികാവസ്ഥയിൽ ജെനിയ വെടിവെക്കുകയാണ്. അവിടെ ഇരുന്ന നോട്ടുകെട്ടുകൾക്കിടയിൽ നിന്നും തന്റെ സാലറി ചെക്ക് മാത്രം എടുത്തുകൊണ്ട് ജെനിയ ബാങ്കിലേക്ക് നടന്നുപോയി. പോലീസുകാർ കൊല നടന്ന സ്ഥലത്തെത്തുകയും CCTV ക്യാമറ പരിശോധിച്ച് അവിടെ നടന്ന റോബറിക്കിടയിൽ കൊല ചെയ്തത് ജെനിയയാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ജെനിയയെക്കുറിച്ച് കൂടുതൽ അറിയാനായി സൂപ്പർ മാർക്കറ്റിലേക്ക് ചെന്ന ഡിറ്റക്ടീവ് റെയ്മണ്ട് ജെനിയയുടെ കൂട്ടുകാരിയിൽ നിന്നും ജെനിയയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി. ജെനിയയുടെ അവസ്ഥ മനസ്സിലാക്കുന്ന ഡിറ്റക്ടീവ് റെയ്മണ്ടിന് അവളോട് ചെറിയ സഹതാപം തോന്നുന്നുണ്ട്. ബാങ്കിൽ വെച്ച് ID കാർഡ് ഇല്ലാത്തതിനാൽ ക്യാഷ് കൊടുക്കാനാകില്ലെന്ന് പറഞ്ഞ ജോലിക്കാരിയായ ടെസയുടെ മുന്നിലേക്ക് തന്റെ കയ്യിലുണ്ടായിരുന്ന തോക്ക് നീട്ടിക്കൊണ്ട് ജെനിയ കാശ് ആവശ്യപ്പെടുകയാണ്. ബാങ്കിലെ സെക്യൂരിറ്റി എല്ലാം ആക്റ്റീവ് ആവുകയും മാനേജറായ നിക്കോളയ്ക്ക് റോബറി ചെയ്യാൻ വന്ന ആളെ കുറിച്ച് പറഞ്ഞു കൊടുക്കാനായിട്ട് പോലീസിൽ നിന്ന് കോള് വരികയും ചെയ്തു. പറഞ്ഞു കൊടുത്ത അടയാളങ്ങളിൽ നിന്നും അത് ജെനിയയാണെന്ന് പോലീസുകാർ തിരിച്ചറിഞ്ഞു. ജെനിയുടെ ബാഗിൽ നിന്നും റെഡ് ലൈറ്റും ബീപ് സൗണ്ടും കേൾക്കുന്ന നിക്കോള ജെനിയുടെ കയ്യിൽ ഒരു ബോംബുണ്ടെന്ന് പോലീസിനോട് പറഞ്ഞു. ജെനിയ താമസിച്ച അപ്പാർട്ട്മെന്റിൽ ചെന്ന് അവരോടും ജെനിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. ജെനിയുടെ അവസ്ഥ തിരിച്ചറിഞ്ഞ് ഡിറ്റക്ടീവ് റെയ്മണ്ട് ആകെ അപ്സെറ്റ് ആകുന്നുണ്ട്. ബാങ്കിൽ തോക്കുമായി നിൽക്കുന്ന ജെനിയെ കണ്ട് പേടിച്ചുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന കാശ് മുഴുവൻ എടുത്തു കൊടുക്കുകയാണ് ടെസയും മറ്റു ജോലിക്കാരും. തനിക്ക് ഇതൊന്നും വേണ്ടെന്നും സാലറി ചെക്കിലുള്ള ക്യാഷ് മാത്രമേ തനിക്ക് വേണ്ടൂ എന്ന് പറഞ്ഞുകൊണ്ട് ജെനിയ കരയുന്നുണ്ട്. അപ്പോഴേക്കും ഒരുപാട് പോലീസുകാർ ബാങ്കിന് പുറത്തെത്തിയിരുന്നു. അതിനിടയിൽ ബാങ്കിൽ വന്ന ഒരാൾ ജെനിയെ പിടിക്കാൻ ചെന്നപ്പോൾ തോക്കിൽ നിന്നും വീണ്ടും അറിയാതെ വെടിപൊട്ടി. ബാങ്കിലുണ്ടായിരുന്ന ടിവിയിൽ നിന്നും ബാങ്കിന് പുറത്തെ അവസ്ഥ ജെനിയയ്ക്ക് മനസ്സിലായി. പോലീസ് ജെനിയയുടെ ഫോണിലൂടെ സംസാരിക്കാൻ ശ്രമിച്ചുവെങ്കിലും ജെനിയ അതിന് തയ്യാറായില്ല. കൂടുതൽ പോലീസുകാർ ബാങ്കിലേക്ക് എത്തി. ജെനിയുടെ അവസ്ഥ മനസ്സിലാക്കിയ ഡിറ്റക്ടീവ് റെയ്മണ്ട് ജെനിയയോട് സംസാരിക്കാൻ തീരുമാനിച്ചു. താൻ ബാങ്ക് കൊള്ളയടിക്കാൻ വന്നതല്ലെന്നും എനിക്ക് എന്റെ കാശ് മാത്രം മതിയെന്നും ഞാൻ ഇവരോട് അവിടെയുള്ള കാശൊന്നും ചോദിച്ചില്ലെന്നും ആ തോക്ക് തന്റേതല്ല എന്നൊക്കെ ജെനിയെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം ജെനിയെ ഫോൺ കട്ട് ചെയ്തു. ബാങ്ക് മാനേജറായ നിക്കോള ജെനിയുടെ കാശ് കൊടുത്തു. അതിൽ നിന്നും $40 മാനേജർക്ക് കൊടുത്തുകൊണ്ട് അത് തന്റെ മകൾക്ക് കൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെടുകയാണ് ജെനിയ. എന്നാൽ ടിവിയിൽ തന്നോട് വഴക്കുണ്ടാക്കിയ തന്നെ കണ്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞ ആ പോലീസുകാരനെ ജെനിയെ കണ്ടു. തന്നെ അയാൾ വെറുതെ വിടില്ലെന്ന തോന്നൽ ജെനിയയെ കൂടുതൽ പരിഭ്രാന്തിയാക്കി. ബാങ്കിലെ ഡോറുകൾ അടയ്ക്കാൻ ജെനിയ അവിടെയുള്ളവരോട് ആവശ്യപ്പെട്ടു. അതുകൊണ്ട് തന്നെ ബാങ്കിൽ ആ സമയത്തുണ്ടായിരുന്നവരെല്ലാം ബാങ്കിനുള്ളിൽ അകപ്പെടുകയും ചെയ്തു. ബാഗിൽ നിന്നും ബീപ് സൗണ്ട് കേൾക്കുന്ന എല്ലാവരും ഭയന്നു. ജെനിയ അത് ഓഫാക്കി. ഇതേ സമയം ജോലിക്കാരിൽ ഒരാൾ ജെനിയെ കാണാതെ അവരുടെ ഫോണിൽ നിന്ന് ലൈവ് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാര്യങ്ങൾ കൂടുതൽ വഷളാകുമെന്ന് മനസ്സിലാക്കിയ പോലീസ് ഈ കാര്യങ്ങളൊക്കെ FBI അറിയിക്കാൻ പറയുമ്പോൾ ഡിറ്റക്ടീവ് റെയ്മണ്ട് അതിന് സമ്മതിച്ചില്ല. റെയ്മണ്ട് വീണ്ടും ജെനിയോട് സംസാരിക്കാൻ ശ്രമിച്ചു. ഇത്രയും പോലീസുകാർ എന്നെ പിടിക്കാൻ വന്നതല്ലേ? ഞാനൊന്നും ചെയ്തിട്ടില്ല. പുറത്തു വരാൻ എനിക്ക് കഴിയില്ല. ഇനി എന്നെ കണ്ടാൽ കൊല്ലുമെന്ന് പറഞ്ഞ പോലീസ് ഓഫീസർ പുറത്ത് ഗണ്ണുമായി നിൽക്കുന്നുണ്ട്. ജെനിയെ പറഞ്ഞുകൊണ്ടിരുന്നു. റോഡിൽ അയാൾ എന്റെ പിന്നാലെ വന്നു. മറ്റൊരു പോലീസുകാരി എന്റെ കാർ പിടിച്ചു വെച്ചു. ഞാൻ പറഞ്ഞതായിരുന്നു എനിക്ക് എന്റെ കാർ ആവശ്യമുണ്ടെന്ന്. എനിക്ക് മകളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആംബുലൻസിന് വേണ്ടി വെയിറ്റ് ചെയ്യാനാകില്ല. എന്റെ മകളുടെ മരുന്നുകൾ വളരെ എക്സ്പെൻസീവ് ആണ്. എനിക്ക് എന്റെ കാശ് വേണമായിരുന്നു. ബോസ് എനിക്ക് കാശ് തന്നില്ല. ഞാനാണ് ആ റോബറി പ്ലാൻ ചെയ്തതെന്ന് അയാൾ വിചാരിച്ചു. മകൾക്ക് സുഖമില്ലാത്തത് തിരക്കാൻ എനിക്ക് അവളുടെ സ്കൂളിൽ പോകേണ്ടി വന്നു. എന്നാൽ അതിന്റെ പേരിൽ അയാൾ എന്നെ പിരിച്ചുവിട്ടു. ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മകൾക്ക് വേണ്ടിയുള്ള മരുന്നുകൾക്ക് കാശ് കണ്ടുപിടിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്ത്. പക്ഷെ താമസിക്കാനുള്ള സ്ഥലം പോലും എനിക്ക് നഷ്ടപ്പെട്ടു. വെറും 3 ദിവസം സമയം പോലും തരാതെ എന്റെ മകളുടെ മരുന്നുകൾ പോലും അവർ മഴയത്തേക്ക് വലിച്ചെറിഞ്ഞു. നിങ്ങൾക്കിതൊക്കെ മനസ്സിലാകുമോ? എനിക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെനിയ തന്റെ അവസ്ഥ ഡിറ്റക്ടീവ് റെയ്മണ്ടിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന റെയ്മണ്ട് ഞാൻ എന്നെ തന്നെയാണ് നിങ്ങളിൽ കാണുന്നത് എന്ന് പറയുകയാണ്. ഞാനും ഒരു സിംഗിൾ മദറാണ്. എന്നെയും വളർത്തിയത് എൻ്റെ അമ്മ മാത്രമാണ്. ഒരിക്കൽ സ്കൂളിൽ നിന്നും വരുമ്പോൾ എന്നെയും അമ്മയും വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതാണ് ഞാൻ അറിയുന്നത്. എൻ്റെ അമ്മ അന്ന് വളരെ ദേഷ്യത്തിലായിരുന്നു. എല്ലാം ശരിയാകുമെന്ന് ഞാൻ അമ്മയോട് പറയുമായിരുന്നു. റെയ്മണ്ടിന്റെ ആശ്വാസവാക്കുകൾ ജെനിയെ തണുപ്പിച്ചു.
എന്നാലും ജെനിയ പുറത്തിറങ്ങാൻ തയ്യാറായില്ല. റൈമണ്ട് ജെനിയയെ ബുദ്ധിമുട്ടിച്ച പോലീസ് ആരാണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിച്ചു. മാനേജർ നിക്കോള ആ ബാങ്കിനുള്ളിൽ ജെനിയയോട് വളരെ സൗമ്യമായാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. ജെനിയയ്ക്ക് അത് വളരെ ആശ്വാസമായിരുന്നു. നിക്കോളയും ജെനിയയോട് പോലീസിൽ കീഴടങ്ങാൻ പറയുന്നുണ്ടെങ്കിലും ജെനിയ സമ്മതിച്ചില്ല. FBI ടീം സംഭവസ്ഥലത്തെത്തി. ബാങ്കിലുണ്ടായിരുന്ന ജോലിക്കാരുടെ ഫോണിൽ നിന്നും ജെനിയയുടെ ലൈവ് കാണുന്ന കുറച്ചു പേർ ജെനിയയെ സപ്പോർട്ട് ചെയ്യുവാനായി ജെനിയയെ വെറുതെ വിടാൻ പറയാൻ ബാങ്കിലേക്ക് എത്തിയിരുന്നു. ജെനിയയ്ക്ക് അത് പുതിയൊരു അനുഭവമായിരുന്നു. തനിക്ക് വേണ്ടി സംസാരിക്കുന്ന കുറച്ചു പേർ. ഇതിനിടെ തന്നെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മകളെ നോക്കാമോ എന്ന് നിക്കോളയോട് ജെനിയ ചോദിക്കുന്നുണ്ട്. നിക്കോള അത് സമ്മതിച്ചു. FBI സംഭവ സ്ഥലത്തെത്തി. FBI സമാധാനപരമായ ഒരു നീക്കത്തിന് തയ്യാറായിരുന്നില്ല. റെയ്മണ്ടിന് പകരം FBI ജെനിയയോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ ജെനിയ അതിന് സമ്മതിച്ചില്ല. റെയ്മണ്ട് പോയി എന്ന് തോന്നിയ ജെനിയ വീണ്ടും അപ്സെറ്റായി. ജെനിയയുടെ ബാഗിൽ നിന്നും വീണ്ടും ബീപ്പ് സൗണ്ട് കേട്ടു. എല്ലാവരും ഭയന്നു. എന്നാൽ അത് ബോംബല്ലെന്നും മകൾ അവളുടെ സയൻസ് പ്രൊജക്ടിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു മോഡലാണ് അതെന്നും ജെനിയ പറഞ്ഞു കൊടുത്തു. പോലീസുകാർ അതൊരു ബോംബാണെന്നാണ് കരുതിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ജെനിയ അത് ബോംബല്ലെന്നുള്ള വിവരം പോലീസുകാരോട് വിളിച്ചു പറയാനായിട്ട് നിക്കോളയോട് ആവശ്യപ്പെട്ടു. അപ്പോഴേക്കും ടെസ ആരും കാണാതെ ആ ബോംബ് ഫേക്കാണെന്നുള്ള സൂചന പോലീസിന് കൊടുത്തിരുന്നു. എന്നാൽ നിക്കോള അത് ബോംബല്ല എന്നുള്ള വിവരം പുറത്തു പറയാതിരിക്കുന്നതാണ് നല്ലതെന്ന് ജെനിയയെ പറഞ്ഞു മനസ്സിലാക്കി. പോലീസ് ബാങ്കിനകത്ത് വരാതിരിക്കുന്നത് ജെനിയുടെ കൈവശം ആ ബോംബുള്ളത് കൊണ്ടാണെന്നും അത് അങ്ങനെയല്ല എന്ന് തിരിച്ചറിയുമ്പോൾ അവരകത്ത് വരികയും ജെനിയയെ ആക്രമിക്കുകയും ചെയ്യുമായിരുന്നു. നിക്കോള അത് ആഗ്രഹിക്കുന്നില്ല. ബാഗ് ഉള്ളിൽ വെച്ച് ഞങ്ങൾ പുറത്തു വരാൻ തയ്യാറാണ് എന്നുള്ള വിവരം പോലീസുകാരെ അറിയിക്കുന്നതാണ് നല്ലതെന്ന് നിക്കോള ജെനിയയോട് പറഞ്ഞു. ഇതേ സമയം ഡിറ്റക്റ്റീവ് റെയ്മണ്ട് ജെനിയയെ ഭീഷണിപ്പെടുത്തിയ പോലീസ് ഓഫീസറെ കണ്ടുപിടിക്കുകയും ആ വിവരം ജെനിയയെ അറിയിക്കുകയും ചെയ്തു. താൻ പറഞ്ഞത് നുണയല്ലെന്നും അത് എല്ലാവരെയും അറിയിക്കണമെന്നും ജെനിയ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ ചെയ്താൽ ബാങ്കിനുള്ളിൽ അകപ്പെട്ടവരെ പുറത്തു വിടാൻ തയ്യാറാണെന്നും അവരുടെ കൂടെ താനും സറണ്ടർ ആകാൻ തയ്യാറാണെന്നും ജെനിയ പറഞ്ഞു. എന്നാൽ FBI ജെനിയയെ അതിനു മുൻപ് തന്നെ ആക്രമിക്കാൻ ഒരുങ്ങി നിന്നു. റെയ്മണ്ട് ആ പോലീസുകാരന്റെ ഫോട്ടോ ജെനിയയ്ക്ക് കൊടുക്കുകയും ഇത് കാണുന്ന ജെനിയ ബാങ്കിനുള്ളവരെ വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ നിക്കോള മാത്രം താൻ ജെനിയയുടെ കൂടെ പുറത്തിറങ്ങുന്നുള്ളൂ എന്ന് റെയ്മണ്ടിനെ അറിയിക്കുകയാണ്. നിക്കോള ജെനിയയുടെ കൂടെ തന്നെ നിന്നു. എന്നാൽ ആ സമയം ജെനിയയ്ക്ക് ഒരു കോള് വന്നു. ജെനിയയുടെ അമ്മയുടെ കോള്. FBI വീട്ടിലെത്തിയിട്ടുണ്ടെന്നും നീ എന്തിനാ ബാങ്ക് കൊള്ളയടിക്കുന്നത് എന്നൊക്കെ അമ്മ ചോദിക്കുമ്പോൾ താൻ അതിനുവേണ്ടി വന്നതല്ലെന്നും ആര്യയ്ക്ക് ഫുഡിനുള്ള കാശെടുക്കാൻ വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വീണ്ടും അലറിക്കരയുകയാണ് ജെനിയ. എന്നാൽ കഴിഞ്ഞ രാത്രി ആര്യയ്ക്ക് സിഷർ വന്നെന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയെങ്കിലും അതിനുശേഷം മകൾ മരിച്ചതായും ജെനിയ അമ്മയിൽ നിന്നും അറിയുകയാണ്. ഇപ്പോൾ കാണിക്കുന്നത് സിനിമയുടെ ആദ്യ ഭാഗത്ത് കാണിച്ച ഹോസ്പിറ്റലിൽ നിന്നും ഇറങ്ങി വരുന്ന ജെനിയയുടെ രംഗമാണ്. യഥാർത്ഥത്തിൽ ഹോസ്പിറ്റലിൽ നിന്നും കരഞ്ഞുകൊണ്ട് ഇറങ്ങി വരുന്ന ജെനിയയുടെ കൂടെ മകൾ ആര്യയില്ലായിരുന്നു. ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴും ജെനിയയുടെ ഒപ്പം മകൾ ആര്യയില്ല. മകൾ കൂടെ ഉണ്ടെന്നതുപോലെ അവളെ കുളിപ്പിക്കുന്നതും സ്കൂളിൽ വിടുന്നതുമെല്ലാം ജെനിയയുടെ വെറും തോന്നൽ മാത്രമായിരുന്നു. മകൾ മരിക്കുന്നതിന് മുമ്പുള്ള ദിവസത്തെ ജെനിയയുടെ മനസ്സിൽ കിടന്നിരുന്ന മകളുടെ ഓർമ്മകൾ മാത്രം. സൂപ്പർ മാർക്കറ്റിൽ വെച്ച് സ്കൂളിൽ നിന്ന് കോള് വന്നതും അങ്ങനെയൊരു തോന്നൽ മാത്രമായിരുന്നു. ആകെ ഉണ്ടായിരുന്ന മകളെ നഷ്ടപ്പെട്ട അവൾക്ക് സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കാനുള്ള $40 പോലും കൊടുക്കാൻ കഴിയാതെ വരുന്ന, വിശ്രമമില്ലാതെ കഷ്ടപ്പെടുന്ന ഒരമ്മയുടെ മനസ്സിന്റെ വേദന, മകൾ മരിച്ചത് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത അവരുടെ മനസ്സിന്റെ മാനസിക നില, അതാണ് ജെനിയയെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിച്ചത്. നിക്കോളയ്ക്ക് ആര്യ മരിച്ച വിവരം നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അവസാനം വരെ ഒരു സുഹൃത്തിനെ പോലെ അവർ ജെനിയയുടെ കൂടെ നിന്നത്. പോലീസുകാർ ബാങ്കിനുള്ളിൽ കയറി തന്നെ വെടിവെച്ച് കൊല്ലുന്നത് ഓർക്കുന്ന ജെനിയയുടെ കൈപിടിച്ച് നിക്കോള ബാങ്കിന് പുറത്തേക്ക് കടന്നു. ഇൻസ്പെക്ടർ റെയ്മണ്ട് ജെനിയയെ അറസ്റ്റ് ചെയ്തു. യാതൊരു പ്രശ്നവും ഉണ്ടാക്കാതെ ജെനിയ അവരുടെ കൂടെ പോയി. അപ്പോൾ തന്നെ സപ്പോർട്ട് ചെയ്യാൻ ബാങ്കിലെത്തിയവരെ പോലീസ് വണ്ടിയിലിരുന്ന് കാണുന്ന ജെനിയയെ കാണിച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. മറ്റൊരു സൂപ്പർ മൂവിയുടെ സ്റ്റോറിയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.